നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ്. നമുക്കറിയാം ക്ലോണിംഗ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് റീകോമിനൻറ്റ് DNA ടെക്നോളജിയിലും ജനറ്റിക് എഞ്ചിനീയറിങ്ങിലുമൊക്കെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ മറ്റൊരു ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. A cloning vector is a small piece of DNA taken from any organisms into which a foreign DNA fragment can be inserted for cloning purposes. Cloning vector എന്ന് പറയുന്നത് ഒരു ചെറിയ പീസ് ഓഫ് DNA ആണ്. ഏതൊരു ഓർഗാനിസത്തിൽ നിന്നും എടുക്കുന്ന ഒരു DNA ആണ്. പക്ഷേ ചില ഫീച്ചേഴ്സ്, പ്രത്യേക തരത്തിലുള്ള ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള DNAസിനെ മാത്രമേ നമുക്ക് ഈ പ്ലാസ്മിഡ്സ് ആയിട്ട് ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാസ്മിഡ്സ് അതിനൊരു എക്സാമ്പിളാണ്. ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിനെ ക്ലോണിംഗ് പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വെക്ടേഴ്സ് വെച്ചിട്ടാണ്. സോ എ ക്ലോണിംഗ് വെക്ടർ ഈസ് എ സ്മോൾ പീസ് ഓഫ് DNA taken from any organism into which a foreign DNA fragment can be inserted for cloning purposes. Plasmids and bacteriophages have the ability to replicate within bacterial cell independent of the control of chromosomal DNA. നമുക്ക് പ്ലാസ്മിഡ്സിനെയും ബാക്ടീരിയോഫേജസിനെയുമാണ് കോമൺലി ഏറ്റവും കൂടുതൽ ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അബിലിറ്റി കൂടുതലാണ്. റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ക്രോമസോമൽ DNA ക്രോമസോമൽ DNA ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഈ പ്ലാസ്മിഡ്സും ബാക്ടീരിയോഫേജസും ഒക്കെ. അപ്പോൾ നമ്മളൊരു ഫോറിൻ പീസ് ഓഫ് DNA ഈ പ്ലാസ്മിഡ്സിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ഈ പ്ലാസ്മിഡ്സ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഈ കൊടുത്ത ഫോറിൻ DNAയും അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യും. സോ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ പ്ലാസ്മിഡ്സ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA നമുക്ക് കിട്ടുന്നു. ഇഫ് ആൻ ആലിയൻ പീസ് ഓഫ് DNA വിത്ത് ബാക്ടീരിയോഫേജ് ഓർ പ്ലാസ്മിഡ് DNA ക്യാൻ ബി multiply its number equal to the copy of the number of plasmid or bacteriophages. പ്ലാസ്മിഡും ബാക്ടീരിയോഫേജസും എത്ര നമ്പറാണോ ഉണ്ടാക്കുന്നത് അതേ നമ്പർ തന്നെ എന്തും റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ഫോറിൻ DNAയും ഇതിൻ്റെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഫോറിൻ DNA അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തത് അത്രയ്ക്കും എമൗണ്ട് നമുക്ക് ആ DNAയുടെ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റും അത്രയ്ക്ക് എമൗണ്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന്. പ്ലാസ്മിഡ്സിൻ്റെയും ബാക്ടീരിയോഫേജസിനെയും മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ക്ലോണിംഗ് വെക്ടേഴ്സും RDNA ടെക്നോളജിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയക്കകത്ത് കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള സർക്കുലർ DNA ആണ്. ഇതൊരിക്കലും ക്രോമസോമൽ DNA ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് ഓട്ടോണോമസ് ആയിട്ട്, അത് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഫോറിൻ DNAയും ഇതിൻ്റെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത് ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസസ് ആണ്. ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള വൈറസാണ്. ഇവർ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നു. ബാക്ടീരിയ ഈറ്റേഴ്സ് എന്നും ഇവരെ പറയാറുണ്ട്. സോ they consist of a nucleic acid and a പ്രോട്ടീൻ സ്ട്രക്ചർ. ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പുറത്തൊരു പ്രോട്ടീൻ സ്ട്രക്ചറും ഇതിൽ പ്രസൻ്റ് ആണ്. ഇതാണ് ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിക് ആസിഡും ഉണ്ട്, അതിന് പുറത്തൊരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്. ഓക്കെ, ഇതാണ് പ്ലാസ്മിഡ്സ് ആൻഡ് ബാക്ടീരിയോഫേജസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഒരു ക്ലോണിംഗ് വെക്ടേഴ്സിന്, ടിപ്പിക്കൽ ക്ലോണിംഗ് വെക്ടേഴ്സിന് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു നല്ല ക്ലോണിംഗ് വെക്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. First one is origin of replication, second one is selectable marker, then cloning site. Origin of replication, selectable marker, cloning site എന്ന് പറയുന്ന ഈ 3 ഫീച്ചേഴ്സ് എന്തായാലും പ്ലാസ്മിഡ്സിന് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടേഴ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. ഇത്രയും സൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് വെക്ടറിൻ്റെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതുകൂടാതെ ROP എന്ന് പറഞ്ഞിട്ടുള്ള റിപ്രസർ ഓഫ് പ്രൈമർ സൈറ്റും ക്ലോണിംഗ് വെക്ടേഴ്സിൽ കാണാറുണ്ട്. ROP റിപ്രസർ ഓഫ് പ്രൈമർ സൈറ്റ്, ഇതൊരു പ്രോട്ടീൻ സൈറ്റാണ്.
ROP codes for the proteins involved in the replication of the plasmid or cloning vector. ROP എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. റെപ്ലിക്കേഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ജീൻസാണ് ഈ ROP സെക്ഷനിൽ കാണാറുള്ളത്. നമുക്കത് പ്ലാസ്മിഡ്സിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ നോക്കാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഓരോരോ സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ ഓരോരോ ഫീച്ചേഴ്സായിട്ട് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒറേ. This is the sequence from where replication starts, and any piece of DNA when linked to the sequence can be made to replicate within the host cells. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ്റെ ഒറിജിൻ സൈറ്റാണ്. റെപ്ലിക്കേഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സൈറ്റിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം DNA ഫ്രാഗ്മെൻ്റാണ് ഈ ക്ലോണിംഗ് വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ DNAസും എന്ത് ചെയ്യുന്നു, റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നല്ലേ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണോ ആ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോർഷനെയാണ് അല്ലെങ്കിൽ ആ സൈറ്റിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഈ DNA സീക്വൻസിൽ, അതായത് ക്ലോണിംഗ് വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന DNA സീക്വൻസിൽ നമ്മളൊരു ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പ്ലാസ്മിഡ് എങ്ങനെയാണോ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടർ എങ്ങനെയാണോ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫോറിൻ DNAയും റെപ്ലിക്കേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കോപ്പീസ് നമുക്ക് കിട്ടുന്നു. Okay, this sequence is also responsible for controlling the copy number of linked DNA. ഈ ലിങ്ക്ഡ് DNAയുടെ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യാനും ഈ സീക്വൻസിന് കഴിയും. സോ ഇഫ് വൺ വാണ്ട്സ് ടു റിക്കവർ മെനി കോപ്പീസ് ഓഫ് ദ ടാർഗറ്റ് DNA, ഇറ്റ് ഷുഡ് ബി ക്ലോൺഡ് ഇൻ എ വെക്ടർ ഹൂസ് ഒറിജിൻ സപ്പോർട്ട് ഹൈ കോപ്പി നമ്പർ. ഇപ്പം നമുക്ക് വളരെ നല്ല ഹൈ ലെവലിലുള്ള ഒരു കോപ്പി നമ്പറാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഹൈയസ്റ്റ് നമ്പറാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനും അത്രത്തോളം ഹൈ കോപ്പി നമ്പറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒറിജിനുള്ള പ്ലാസ്മിഡ് വെക്ടർ വേണം നമ്മളവിടെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സും വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്ലാസ്മിഡിനെ ഒരു എക്സ്പെരിമെൻറ്റിലോട്ട് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു RDNA നമുക്ക് പുതുതായിട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായ പ്ലാസ്മിഡ്സാണ് നമ്മൾ അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നതാണ് ഒരു സെലക്റ്റബിൾ മാർക്കർ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനെ കൂടാതെ കാണപ്പെടുന്ന അടുത്ത ഒരു DNA ഫ്രാഗ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ച് സീക്വൻസ് ആണ് ഈ സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത്. എ സെലക്റ്റബിൾ മാർക്കർ ഈസ് എ ജീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ സെൽ, എസ്പെഷ്യലി എ ബാക്ടീരിയം ഓർ ടു സെൽസ് ഇൻ കൾച്ചർ ദാറ്റ് കൺഫേഴ്സ് എ ട്രൈറ്റ് സ്യൂട്ടബിൾ ഫോർ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. ആർട്ടിഫിഷ്യൽ സെലക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെ കോഡ് ചെയ്യുന്ന ജീൻസാണ് ഈ സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത്. എല്ലാ ക്ലോണിംഗ് വെക്ടേഴ്സിനകത്തും സെലക്റ്റബിൾ മാർക്കേഴ്സ് മസ്റ്റ് ഹാവ് ആണ്. ബിക്കോസ് നമുക്ക് ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏതാണ് ട്രാൻസ്ഫോംഡ് ആയത് അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റാണ് ഈ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ജീൻസാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ it helps in identifying and eliminating non-transformants and selectively permitting the growth of the transformants. നമുക്ക് ഇത് വഴി നോൺ ട്രാൻസ്ഫോമൻസിനെ എലിമിനേറ്റ് ചെയ്യാനും ട്രാൻസ്ഫോമൻസിനെ നമുക്ക് വീണ്ടും കൾച്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഈസ് എ പ്രൊസീജിയർ ത്രൂ വിച്ച് a piece of DNA is introduced in a host bacterium. ഇനി എന്താണ് ട്രാൻസ്ഫോമൻസ്, നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് നോക്കിയാൽ ട്രാൻസ്ഫോർമേഷൻ എന്ന പ്രോസസ്സാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഹോസ്റ്റ് ബാക്ടീരിയത്തിനകത്ത്, നമ്മളിപ്പോൾ ബാക്ടീരിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അപ്പോൾ ഹോസ്റ്റ് ബാക്ടീരിയത്തിനകത്ത് ഒരു പീസ് ഓഫ് ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ടുണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫോറിൻ DNA നമ്മൾ എടുത്തിരിക്കുന്നു. ഈ ഫോറിൻ DNA നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെക്ടേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഇങ്ങനെ വെക്ടേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം അതൊരു ഹോസ്റ്റ് ബാക്ടീരിയത്തിനകത്തോട്ട് നമ്മൾ കടത്തിവിടുന്നു. ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ
ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫോംഡ് ഓർഗാനിസം എന്ന് പറയുന്നു. ഇനി ചില ബാക്ടീരിയാസിൽ അല്ലെങ്കിൽ ചില വെക്ടേഴ്സിൽ ഇങ്ങനെ ഈ DNA ലിങ്ക് ചെയ്ത് കൊടുത്താലും അത് ട്രാൻസ്ഫോംഡ് ആയിട്ട് മാറില്ല. അത് ആ ക്യാരക്ടർ അതിന് പുതുതായിട്ടുണ്ടായി എന്ന് വരില്ല. അതിനെ നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് പറയുന്നു. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഓർഗാനിസത്തിന് ട്രാൻസ്ഫോംഡ് എന്നും അത് അവിടെ ആ DNA കറക്റ്റ് ജോയിൻ ആവാത്ത അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത ഓർഗാനിസത്തിനെ നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് മെയിനായിട്ടും സെലക്റ്റബിൾ മാർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. The genes encoding resistant to antibiotics such as ampicillin, chloramphenicol, tetracycline or kanamycin, etc. are useful selectable markers for E. coli as the normal E. coli cells do not carry resistance against any of these antibiotics. Antibiotic resistant genes help in selecting recombinants from non-recombinants by a method called insertional inactivation. നമുക്ക് റീകോമിനൻസിനെയും നോൺ റീകോമിനൻസിനെയും കണ്ടുപിടിക്കാൻ പറ്റിയ അത് സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സെലക്റ്റബിൾ മാർക്കർ ജീനിനകത്തോട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സീക്വൻസ് എന്ന് പറയുന്നത്, അതായത് ഈ റെസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് എക്സാമ്പിളായിട്ട് എടുത്താൽ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ത് ചെയ്യുന്നു, ഡീആക്ടിവേറ്റഡ് ആവുന്നു. അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഫങ്ഷൻസ് നടത്താൻ പറ്റുന്നില്ല. അത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിനകത്തോട്ട് നമ്മൾ ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻ്റ് ആണെന്നുള്ള ഒരു ക്യാരക്ടർ ആ പ്ലാസ്മിഡിൽ ലോസ് ആവുന്നു. അവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് പിന്നെ നടത്താൻ വേണ്ടിയിട്ട് ആ പ്ലാസ്മിഡ്സിന് പറ്റില്ല. അതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ വഴി ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും കണ്ടുപിടിക്കുന്നത്. വേർ എ റീകോമിനൻറ്റ് DNA ഈസ് ഇൻസേർട്ടഡ് വിത്തിൻ ദ കോഡിംഗ് സീക്വൻസ് ഓഫ് ആൻ എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് വിച്ച് റിസൾട്ട്സ് ഇൻ ടു ഇനാക്ടിവേഷൻ ഓഫ് ദ എൻസൈം. ഇവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എൻസൈം പ്രൊഡ്യൂസിങ് ജീനിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന LAC-Z എന്ന് പറഞ്ഞിട്ടുള്ള കോഡിംഗ് സീക്വൻസ് ആണ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് LAC-Z എന്ന് പറയുന്ന കോഡിംഗ് സീക്വൻസ് ആണ്. ഈ സീക്വൻസിനകത്തോട്ടും നമ്മൾ ഒരു DNA ഫ്രാഗ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു ക്രോമോജനിക് സബ്സ്റ്റൻസിൻ്റെ സഹായത്തോടെ കൂടി നമുക്ക് ഇങ്ങനെയുള്ള റീകോമിനൻറ്റിനെയും നോൺ റീകോമിനൻറ്റിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നമുക്ക് ഈ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇതിൻ്റെ വെക്ടേഴ്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നോക്കാം. ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നതാണ് ക്ലോണിംഗ് സൈറ്റ്സ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കഴിഞ്ഞു, സെലക്റ്റബിൾ മാർക്കർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ക്ലോണിംഗ് സൈറ്റ്സ്. ക്ലോണിംഗ് സൈറ്റ്സ് ആർ ദ റിക്കഗ്നീഷൻ സൈറ്റ്സ് ഓഫ് ദ റെസ്ട്രിക്ഷൻ എൻസൈം. ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ റിക്കഗ്നീഷൻ സൈറ്റ്സ് ആണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് റിക്കഗ്നേഷൻ സൈറ്റ്സ് പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് റിക്കഗ്നേഷൻ സീക്വൻസ് പ്രസൻ്റ് ആണ്. അതിൻ്റേതായ സ്വന്തമായിട്ടുള്ള റിക്കഗ്നേഷൻ സീക്വൻസിൽ മാത്രമേ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് പോയിട്ട് ഒരു കട്ടുണ്ടാക്കുകയുള്ളൂ. അവിടുത്തെ DNA മാത്രമേ ഇതിന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുന്ന സ്പെസിഫിക് സൈറ്റുകളാണ്, റിക്കഗ്നീഷൻ സൈറ്റുകളെയാണ് ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ദ ലിഗേഷൻ ഓഫ് alien DNA is carried out at a restriction site present in one of the two antibiotic resistant genes. ഇവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ബിക്കോസ് ഇവിടെ പറയുന്ന എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് PBR322 എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാസ്മിഡിൻ്റെ ഫീച്ചേഴ്സാണ് മെയിനായിട്ടും നിങ്ങൾക്കിവിടെ പഠിക്കേണ്ടത്. അതാണ് ഇവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് എല്ലായിടത്തും പറയുന്നത്. ഓക്കെ, for example, ligation of foreign DNA at the BAM-H1 site of tetracycline resistant genes in the vector of PBR322. റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓരോ സെലക്റ്റബിൾ മാർക്കേഴ്സിലുമാണ് ഈ റെസ്ട്രിക്ഷൻ സൈറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ
ഈ റെസ്ട്രിക്ഷൻ സൈറ്റ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിലുള്ള BAM-H1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്കഗ്നീഷൻ സൈറ്റാണ്. ഒരുപാട് റിക്കഗ്നീഷൻ സൈറ്റ്സ് ഓരോ പ്ലാസ്മിഡ്സിലും കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്ന ഒരു സെലക്റ്റബിൾ മാർക്കർ സീക്വൻസിനകത്തുള്ള BAM-H1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോണിംഗ് സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിനി പ്ലാസ്മിഡ്സിനെ പറ്റിയിട്ട് നോക്കാം. ക്ലോണിംഗ് വെക്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞു പ്ലാസ്മിഡ്സും ബാക്ടീരിയോഫേജസും അതുപോലെ മറ്റു പല ആൾക്കാരെയും ക്ലോണിംഗ് വെക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇസ് പ്ലാസ്മിഡ്. എ പ്ലാസ്മിഡ് ഇസ് എ സ്മോൾ എക്സ്ട്രാ ക്രോമസോമൽ DNA മോളിക്യൂൾ വിത്തിൻ എ സെൽ ദാറ്റ് ഈസ് ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ക്രോമസോമൽ DNA ആൻഡ് ക്യാൻ റിപ്ലിക്കേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ദേ ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് സ്മോൾ സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂൾസ് ഇൻ ബാക്ടീരിയ. നമ്മൾ ആ DNA ടെക്നോളജി പറഞ്ഞപ്പോൾ മുതൽ പഠിക്കുന്നതാണ്. പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് എന്താ? സ്മോൾ ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA മോളിക്യൂളാണ്. ഇത് ക്രോമസോമൽ DNAയിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. മോസ്റ്റ് കോമൺലി ഇത് സർക്കുലർ ആയിട്ടുള്ള സ്മോൾ ഡബിൾ സ്ട്രാൻഡ് DNA ആണ്. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷനായിട്ട് പ്ലാസ്മിഡിനെ പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് പറയാം. പ്ലാസ്മിഡ്സ് ആർ ദ അല്ലെങ്കിൽ പ്ലാസ്മിഡ് ഈസ് ആൻ എക്സ്ട്രാ ക്രോമസോമൽ ഡബിൾ സ്ട്രാൻഡഡ് സ്മോൾ സർക്കുലർ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് DNA. ഇതാണ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സ്മോൾ എക്സ്ട്രാ ക്രോമസോമൽ ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ DNA ഈസ് കോൾഡ് പ്ലാസ്മിഡ്. ഓക്കെ, ഇവിടെ പ്ലാസ്മിഡ്സിന് ഒരു ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് PBr322 ആണ്. PBr322 എന്ന് പറയുന്നത് ഈക്കോളയുടെ ക്ലോണിംഗ് വെക്ടറാണ്. ഈക്കോള എസ്കരീഷ്യ കോള എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയക്കകത്ത് കാണപ്പെടുന്ന ക്ലോണിംഗ് വെക്ടറാണ് PBr322. Plasmid PBr322 was one of the first plasmid used for the purpose of cloning. ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ PBr322 ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ജീൻസ് ഫോർ ദ റെസിസ്റ്റൻറ്റ് ടു ടെട്രാസൈക്ലിൻ ആൻഡ് ആംബ്ലിസിലിൻ. ഇതിനകത്ത് കാണപ്പെടുന്ന റെസിസ്റ്റൻറ്റ് ജീൻസ് രണ്ടെണ്ണമാണ്, അല്ലെങ്കിൽ സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ്. ആംബ്ലിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ഇൻസേർഷൻ ഓഫ് ദ DNA അറ്റ് സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ക്യാൻ ഇനാക്ടിവേറ്റ് ദ ജീൻസ് ഓഫ് ഫോർ ടെട്രാസൈക്ലിൻ ഓർ ആംബ്ലിസിലിൻ റെസിസ്റ്റൻറ്റ്. നമ്മൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷനിൽ പറഞ്ഞു ഈ ആംബ്ലിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിലോ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിലോ ഉള്ള റിക്കഗ്നീഷൻ സൈറ്റ്സിൽ അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ്സിൽ ഏതെങ്കിലും ഒരു ഫോറിൻ DNA നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഈ ജീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സഹായിക്കുന്നു. ഇതിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇനാക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഓക്കെ, the vector PBr322 was named according to the standard rules of 4 vector nomenclature. restriction endonucleasesന് അതിൻ്റെ നോമൻക്ലേച്ചർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാസ്മിഡ്സിൻ്റെ നോമൻക്ലേച്ചറിനും പ്രത്യേകിച്ച് റൂൾസ് ഉണ്ട്. സോ ഈ PBr322 എന്ന് പറഞ്ഞിട്ടുള്ള നെയിം എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. PBr22 ഈ PBr എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഇതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെയിൻസും അല്ലെങ്കിൽ കണ്ടുപിടിച്ച ഒരു എത്രാമതാണ് കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്പർ ചെയ്തിട്ടുള്ളത്. ഇവിടെ P സ്റ്റാൻഡ്സ് ഫോർ പ്ലാസ്മിഡ്. P എന്ന് പറയുന്നത് പ്ലാസ്മിഡ് ആണ്. ഇനി BR എന്ന് പറയുന്നത് ബൊലിവർ ആൻഡ് റോഡ്രിഗസ് ആണ്. ബൊലിവർ ആൻഡ് റോഡ്രിഗസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതിനെ ഈ PBr322 എന്ന് പറയുന്ന പ്ലാസ്മിഡിനെ കൺസ്ട്രക്ട് ചെയ്തത്. സോ PBr322 എന്ന് പറയുന്ന നെയിം ഇങ്ങനെയാണ് വന്നത്. ഇത് 1977 ഇവർ ഈ PBr322 കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളയ്ക്കകത്ത് കാണുന്ന ക്ലോണിംഗ് വെക്ടറാണ് PBr322. ഇനി PBr322ൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇതാണ് PBr322. ഇവിടെ PBr322നകത്ത് നമ്മൾ പഠിച്ച ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. കാരണം ഈ നമ്മൾ പഠിച്ച ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ പ്ലാസ്മിഡ്സ് ആയിട്ട് അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. അത് ഈ പ്ലാസ്മിഡിൽ പ്രസൻ്റ് ആണല്ലേ. PBr322 നമുക്ക് ലേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ.
ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് പ്രസൻ്റ് ആണ്. ആംബ്ലിസിനിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും പ്രസൻ്റ് ആണ്. ഇനി ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ റിക്കഗ്നീഷൻ സൈറ്റ്സ് എല്ലാം ഇവിടെ 8 റെക്കഗ്നീഷൻ സൈറ്റ്സ് ആണ് PBr322 പ്രസൻ്റ് ആയിട്ടുള്ളത്. CLA1, HINT3, BAM-H1, SAL1, PVU2, PSC1, PVU1 ആൻഡ് ECO-R1 എന്ന് പറഞ്ഞിട്ടുള്ള 8 റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റ്സ് ഇവിടെ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ROP എന്ന് പറഞ്ഞിട്ടുള്ള റിപ്രസർ ഓഫ് പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനെ എൻകോഡ് ചെയ്യുന്ന സീക്വൻസ് ആണ് ഈ റിപ്രസർ ഓഫ് പ്രൈമർ സീക്വൻസ്. ROP codes for the proteins involved in the replication of the plasmid. പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷനെ ഹെൽപ്പ് ചെയ്യാൻ, റെപ്ലിക്കേഷൻ നടത്താനായിട്ട് എൻകോഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്, ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യുന്ന ജീൻസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, റെപ്ലിക്കേഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യുന്ന ജീൻസ് ആണ് ഈ റിപ്രസർ ഓഫ് പ്രൈമർ റീജിയനിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ പ്രസൻ്റ് ആണ്, റിപ്രസർ ഓഫ് പ്രൈമർ പ്രസൻ്റ് ആണ്, ആംബ്ലിസിൻ ആൻഡ് ടെട്രാസൈക്ലിൻ ജീൻസ് ഉണ്ട്, വെരി സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ്. അതുപോലെ തന്നെ 8 ക്ലോണിംഗ് സൈറ്റ്സ് അല്ലെങ്കിൽ റിക്കഗ്നീഷൻ സൈറ്റ്സും ഇവിടെ പ്രസൻ്റ് ആണ്. ഇതെല്ലാം ഇവിടെ കൊടുത്തേക്കുന്നതെല്ലാം ഓരോ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിൻ്റെ പേരാണ്. ECO-R1 നമുക്ക് വളരെ പരിചിതമാണ്. അതുപോലെ തന്നെ HINT3, BAM-H1 എന്നൊക്കെ പറയുന്നത് ഓരോ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിൻ്റെ പേരാണ്. ഓരോ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്, അതായത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന് സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് അതിൻ്റെയൊക്കെ സ്പെസിഫിക് സൈറ്റിൽ മാത്രമേ ഒരു കട്ട് ചെയ്യുള്ളൂ. ഓരോ റെക്കഗ്നീഷൻ സൈറ്റിലും അല്ലെങ്കിൽ ഓരോ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിനും പേര് കൊടുത്തതിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ECO-R1 എന്ന് പറയുന്നത് എസ്കറീഷ്യ കൊളയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിൽ നിന്നും എടുത്ത റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ സാൽ എന്ന് പറയുന്നത് സാൽമണല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയാസിൻ്റെ നെയിം വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന് പേര് കൊടുക്കുന്നത്. BAM-H1 ബേസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഷ്യസിൻ്റെ പേര് വെച്ചിട്ടാണ് എല്ലാ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിനും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് PBr322 എന്ന് പറയുന്ന വെക്ടറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോമൺലി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ PBr322ൻ്റെ ബേസിസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ പഠിക്കുന്നതും നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസിൻ്റെ കാര്യത്തിൽ ഈ PBr322 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയതുകൊണ്ട് തന്നെ ഈ PBr322നെ നല്ല ടിപ്പിക്കലായിട്ടുള്ള ഒരു ക്ലോണിംഗ് വെക്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ PBr322 അല്ലെങ്കിൽ പ്ലാസ്മിഡ്സ് അല്ലാതെ മറ്റ് പല ആൾക്കാരെയും നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പ്ലാസ്മിഡ്സ് യൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ PUC എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് യൂസ് ചെയ്യുന്നു. ദെൻ TI പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്സ് ആണ്. ഈ TI പ്ലാസ്മിഡ്സിന് ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ട്യൂമർ മീൻസ് എന്താ, മാസ് ഓഫ് സെൽസ് പെട്ടെന്ന് ഇറഗുലറി റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂമർ പെട്ടെന്ന് തന്നെ സെൽ ഡിവിഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്മിഡ്സ് ആണ് ഈ TI പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് tDNA ആണ് ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ tDNA ആണ് സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത് ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്സ് ആണ് ഈ TI പ്ലാസ്മിഡ്സ്. TI സ്റ്റാൻഡ്സ് ഫോർ ട്യൂമർ ഇൻഡ്യൂസിങ്. പക്ഷേ ഈ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്സ് നമുക്ക് പ്ലാന്റ്സിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു വെക്ടറാണ് ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയോഫേജസിൽ മെയിനായിട്ടും 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലാംഡ ഫേജസ് യൂസ് ചെയ്യാം, M13 ഫേജസ് യൂസ് ചെയ്യാം, റിട്രോ വൈറസസും യൂസ് ചെയ്യാം. ബാക്ടീരിയോഫേജസിനകത്ത് വരുന്ന കുറച്ച് മെമ്പേഴ്സാണ് ലാംഡ ഫേജസ്, M13 ഫേജസ് ആൻഡ് റിട്രോ വൈറസസ് എന്നൊക്കെ പറയുന്നത്. ഇവരെല്ലാം നമുക്ക് ക്ലോണിംഗ് വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ വെക്ടേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. ഇനി BACയും യൂസ് ചെയ്യാം.
നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്മിഡ്സ് ആണ്. കോസ്മിഡ്സ് എന്ന് പറയുന്ന കോസ് സൈറ്റും പ്ലാസ്മിഡ്സും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ഫോമാണ് കോസ്മിഡ്സ്. കോസ് സൈറ്റ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിനകത്ത് കാണപ്പെടുന്ന ഒരു സ്പെസിഫിക് സൈറ്റാണ്. അപ്പോൾ ഈ കോസ് സൈറ്റും പ്ലാസ്മിഡ്സും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ള കോസ്മിഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന മറ്റു പല എക്സാമ്പിൾസുമാണ്. ഓക്കെ.